ശങ്കറിനെ പ്രണയത്താൽ പൊതിഞ്ഞ ഗൗരിയെ മാറോടണച്ച ശങ്കർ. നമ്മുടെ ഗൗരി ശങ്കറും 216-ാമത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും MNP ടോക്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും പ്രണയം ആ ഒരു മൂർച്ചയിൽ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഗൗരിയുടെ ജീവൻ ഏത് വിധേനയും അപകടപ്പെടുത്താൻ തന്നെയാണ് ശങ്കറിൻ്റെ വീട്ടുകാരുടെ ഇപ്പോഴത്തെയും ശ്രമം. അപ്പോൾ ഈ ഒരു കാര്യം അറിയാവുന്ന നമ്മുടെ കമല കുറച്ച് ദിവസങ്ങളായി ഗൗരിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടക്കുന്നില്ല. വീണ്ടും ഒരു അവസരം ലഭിക്കുകയും ആരുമില്ലാത്ത തക്കം നോക്കി ഗൗരിയുടെ അടുത്ത് ഈ കാര്യം വീണ്ടും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മുടെ ശങ്കറിൻ്റെ അമ്മ കൃത്യസമയത്ത് വന്ന് ഇത് കാണുകയും കമലയെ വീണ്ടും കണ്ണുകൊണ്ടും മുഖത്തെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും തിരിച്ച് അയക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പാവം ഗൗരി ഇതൊന്നും അറിയാതെ നമ്മുടെ ശങ്കറിൻ്റെ അമ്മയോട് കമലയടത്തേക്ക് എന്തോ ഒരു ഭയമുണ്ടെന്നും കമലയടത്തി എന്തോ പറയാൻ വന്നതായിരുന്നു എന്നൊക്കെ ഗൗരി ശങ്കറിൻ്റെ അമ്മയോട് പറയുന്നുണ്ട് താനും. പക്ഷേ അതൊന്നും സാരമാക്കണ്ട, അവൾ ഈ പ്രഗ്നൻറ്റ് സമയത്ത് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് തോന്നുമെന്നൊക്കെ പറഞ്ഞ് ഗൗരിയുടെ മൈൻഡും ശങ്കറിൻ്റെ അമ്മ ഇങ്ങനെ വഴിമാറ്റി വിടുന്നുമുണ്ട്. ശേഷമാണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശങ്കർ എവിടെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗരി വരികയും ശങ്കറിനെ ഒരുക്കി വിടുന്നൊരു സീനുമൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര പ്രണയം തന്നെയായിരുന്നു അവിടെ രണ്ടുപേരുടെയും. ഗൗരി ശങ്കറിനെ ഉമ്മ കൊടുത്ത് യാത്രയാക്കുന്നതും ഒക്കെ ആ ഒരു പ്രണയരംഗം വല്ലാത്തൊരു രസം തന്നെയായിരുന്നു. നമ്മുടെ ആ ശങ്കറിൻ്റെയും ഗൗരിയുടെ ആ ഒരു കോംബോ അത് എത്ര കണ്ടാലും മടുക്കാത്തൊരു ഇത് തന്നെയാണ്. പിന്നീടാണ് ഗൗരി ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് കമലയുടെ കരച്ചിൽ കേൾക്കുന്നതും ഓടി കമലയുടെ മുറിയിൽ ചെല്ലുന്നുണ്ടെങ്കിലും വാതിലിലേക്ക് കുറേ കൊട്ടുന്നുണ്ടെങ്കിലും കുറേ നേരം കഴിഞ്ഞാണ് വാതിൽ തുറക്കുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ശങ്കറിൻ്റെ ചേട്ടനും അമ്മയും കൂടി കമലയെ അടിച്ച് വകവരുത്തുകയായിരുന്നു. ഒരു ഗർഭിണിയാണെന്ന പരിഗണന പോലും കമലയ്ക്ക് കൊടുക്കാതെ അടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു കമലയെ. കമല ഒത്തിരി സീരിയസ് ആയി നിൽക്കുന്ന അവസ്ഥയിലാണ് ഗൗരിക്ക് കമലയെ കാണുവാൻ സാധിക്കുന്നത്. ഗൗരി ശേഷം കമലയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് നമ്മുടെ ശങ്കറിൻ്റെ ചേട്ടനോടും അമ്മയോടുമൊക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവർ ഒന്നിനും തന്നെ തയ്യാറാകാതെ ഇതൊന്നും വകവയ്ക്കാതെ അവിടം വിട്ട് പോകുകയായിരുന്നു. പിന്നീട് നമ്മുടെ ഗൗരി ഒറ്റയ്ക്കാണ് കമലയുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും സഹായത്തിന് വേണ്ടി ശങ്കറിനെ വിളിക്കുന്നതും കാണുന്നുണ്ട്. പക്ഷേ ശങ്കർ വിചാരിക്കുന്നത് ഗൗരി വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ശബ്ദമൊന്ന് കേൾക്കാനാണ് ഗൗരി വിളിക്കുന്നതെന്ന് കരുതി ആ ഗൗരിയുടെ കോൾ ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ച് തന്നെ കാണാനാണല്ലോ, തന്നെ സൗണ്ട് കേൾക്കാനാണല്ലോ എന്ന് കരുതി ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാതെ ആ കോൾ വരുന്നത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷേ ഗൗരി ആണെങ്കിൽ അപ്പുറത്ത് ശങ്കർ എന്താ എടുക്കാത്തത്? ആ ഒരു ആദിയിൽ തനിക്കിനി വേറെ ആരും ഇല്ലല്ലോ സഹായത്തിനെന്നുള്ള ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്നതുമാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ ഗൗരി നിൽക്കുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഗൗരി ഇനി താൻ എന്ത് ചെയ്യും, ശങ്കർ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ ആ സീരിയൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ശങ്കർ വരികയും ശങ്കറിൻ്റെ അടുത്ത് ഗൗരി കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ശങ്കർ എങ്ങനെയാകും വീട്ടിൽ ചെന്ന് പ്രതികരിക്കുക? ഇനി കമലയുടെ ശങ്കറിൻ്റെ അടുത്ത് ഈ ഗൗരി ഇവർ വകവരുത്താൻ ശ്രമിക്കുന്ന കാര്യം അറിയിക്കുമോ? അതറിയുമ്പോഴുള്ള ശങ്കറിൻ്റെ പ്രതികരണം എന്തായിരിക്കും? തുടർന്നുള്ള ധ്രുവൻ്റെ വരവ് ഇതൊക്കെ നമുക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ ആയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.